ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടം ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ തൊഴിലാളി വർഗത്തെയും അടിസ്ഥാന വർഗത്തെയും വിസ്മരിച്ചു കൊണ്ടുപോകുന്ന പിണറായി വിജയന്റെ പാർട്ടിയുമായി ഒത്തുചേരുക എന്ന് പറയുന്നത് അത് അസാധ്യമാണ് എന്ന് തോന്നിയപ്പോ ഞാൻ ആ പാർട്ടി ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ചപ്പോ ഏത് പാർട്ടിയാണ് നല്ലത് എന്ന് ഞാനൊരു അന്വേഷണം നടത്തുകയും ചെയ്തു. അന്വേഷണം നടത്തിയപ്പോ ആഗസ്റ്റ് 2-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞ് മണ്ണിനോട് ചേർന്നുപോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ ജീവിതത്തിൽ കാണിച്ച നന്മയുടെ പ്രതീകമായി ലക്ഷോപലക്ഷം ജനത മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ അവിടെ വരികയും നിറഞ്ഞ കണ്ണുകളോടെ പാണക്കാട് തങ്ങളുടെ നിശ്ചേതനമായ ശരീരം കാണുകയും ചെയ്യാൻ വേണ്ടി തയ്യാറായപ്പോ ഇദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന് കളങ്കമില്ല എന്നെനിക്ക് ബോധ്യമായി. കേരളത്തിലേക്ക് ഏതെങ്കിലും ഒരു മതേതര പ്രസ്ഥാനം അതിനവകാശപ്പെടാൻ കഴിയുന്ന മതേതരത്വമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നു ഇവിടെ മുസ്ലിം ലീഗിനല്ലാതെ ഒരു നന്മയുടെ മതേതരത്വം കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആണത്രേ ഞാൻ മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ സന്നദ്ധമായത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുകയും നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ എന്നാലും പറയും, എന്തേ കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾ പറയുന്നില്ലല്ലോ, ഞങ്ങളുടെ പേര് പറയുന്നില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ധൈര്യമില്ലായിട്ടാ പേര് പറയാത്തത്. എന്ത് ധൈര്യം? നിന്റെ പേര് അടിക്കടി മാറുന്നതാ. പറഞ്ഞിട്ട് വായി മോശമാക്കണ്ട, പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പേര് വൃഥാവിലായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാ നിന്റെ പേര് പറയാത്തത്. അത്രമാത്രം മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് പുതിയ ഒരു സംഘം വരികയാണ്. ഇപ്പൊ നേരത്തെയുള്ള ഖബർസ്ഥാനിൽ മുസ്ലിം ലീഗിനെതിരായി പ്രവർത്തിച്ച ഖബർസ്ഥാനിൽ ആരെ മീസാങ്കല്ലാണ് എന്ന് തിരിച്ചറിയുന്നത് പോലുമില്ല. ഇപ്പോ ഏകദേശം ഒരു ഖബർ തിരിച്ചറിയുന്നത് ചുവന്ന മണ്ണിന്റെ നിറം മാറാത്തത് കൊണ്ട് PDPയുടേത് മാത്രമാണ്. അതിന്റെ ചുവപ്പ് മാറിയിട്ടില്ല, മണ്ണിന്റെ ചുവപ്പ് മാറാത്തത് കൊണ്ട് മാത്രമാണ് അത് തിരിച്ചറിയുന്നത്. പ്രോഗ്രസീവ് ലീഗിന്റെ, സർവേന്ത്യ ലീഗിന്റെ, അതുപോലെ തന്നെ MDPയുടെ, PDISSന്റെ ഇങ്ങനെ ഒട്ടേറെ സംഘടനകൾ ലീഗിനെ തകർക്കാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും കായികമില്ലത്ത് പൂക്കോയത്തങ്ങളെയും കായികമില്ലത്തിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വന്ന ആളുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നവരുടെ ഖബർസ്ഥാനുകളിലെ മീസാങ്കല്ല് നോക്കിയിട്ട് ഇത് MDPയുടേതാണോ, ഇത് പ്രോഗ്രസീവ് ലീഗിന്റേതാണോ, ഇത് സർവേന്ത്യ ലീഗിന്റേതാണോ, ഇത് ISSന്റേതാണോ, ഇത് PDPയുടേതാണോ എന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്ന വന്ന സംഘടനയുടെ അവസ്ഥയും അത് തന്നെയാ ആ സംഘടനയുടെയും അവസ്ഥ. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചു, ഇങ്ങനെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ നിങ്ങൾ ഇങ്ങനെ എഴുതിത്ത എന്താ പ്രസംഗിക്കേണ്ടത് എന്ന്. അല്ല, അതല്ല, ഞങ്ങളുടെ രക്തസാക്ഷികളെ കുറിച്ച് നിങ്ങൾ മോശമായി പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? അത് റിയാസിനെ പറ്റി നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇനി വെള്ളത്തിൽ നീന്തി മരിച്ചു എന്ന് പറയണം. വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളെ വെള്ളത്തിൽ നീന്തി മരിച്ചു എന്നാരെങ്കിലും പറയൂ? വെള്ളത്തിൽ മുങ്ങി മരിച്ചു ആ ചെറുപ്പക്കാരന് വേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? ആ ചെറുപ്പക്കാരന് വേണ്ടി എന്താ ചെയ്യാൻ കഴിഞ്ഞത്? ഒരു ചെറുവിരൽ നിൽക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? കോടിയേരി പാലഘട്ടന്റെ പോലീസിനെതിരായി ഒരു സമരം ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞോ? ഒരു ധർണ്ണ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസം തെക്കുംപാട്, കഴിഞ്ഞ ഞായറാഴ്ച ദിവസം തെക്കുംപാടിലെ സമ്മേളനത്തിൽ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നിസാർ. അദ്ദേഹം പറഞ്ഞത്, ആ പ്രസംഗത്തിനും അതിനുശേഷവും പറഞ്ഞത്, ഒരു കുടുംബത്തിനും ഈ ഗതി വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞങ്ങൾ വരാം. ഒരു കുടുംബവും ഇനി ഒരു അനാഥത്വം, ഒരു പുത്രവിയോഗത്തിന്റെ വേദന പേറുന്ന ഒരു ഉമ്മയും ഉണ്ടാവരുത്, ഒരു സഹോദര വിയോഗത്തിന്റെ വേദന പേറുന്ന സഹോദരങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞങ്ങൾ വരാം, പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ അദ്ദേഹത്തിന് ചെയ്തത്? അദ്ദേഹം അവിടെയുള്ള എല്ലാവരും ഈ പാർട്ടിയുമായി ബന്ധം ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി തയ്യാറായി. ഇദ്ദേഹവും തയ്യാറായി. അവസാനം നല്ലൊരു ധൈര്യമുള്ള ചെറുപ്പക്കാരനാ ഈ കുട്ടി. പക്ഷേ ഇദ്ദേഹം പോകാതിരിക്കാൻ നിരവധി കേസുകളിൽ ഇദ്ദേഹത്തെ കുടുക്കിയിട്ടു. പക്ഷെ കുടുക്കിയിട്ടപ്പോഴൊക്കെ ജാമ്യമെടുക്കാൻ പോലും ഇവർ തയ്യാറായില്ല. നമ്മളൊക്കെ എന്താ കേൾക്കുന്നത്? ഇവരെ ആ ക്ഷണത്തിന് ജാമ്യം എടുക്കും, ഇവർക്ക് ലീഗൽ സെല്ലുണ്ട്, മറ്റേ സെല്ലുണ്ട്, മറച്ച സെല്ലുണ്ട്, ഇവരെ ചെലവിന് കൊടുക്കും എന്നൊക്കെയാ. നിസാർ പറയുന്നു, എല്ലാ ജാമ്യവും ഞാനും ഉമ്മയും ജ്യേഷ്ഠനും ഉമ്മയും അതുപോലെ തന്നെ വാപ്പയുടെ പെങ്ങളും എന്റെ ഉമ്മയും കൂടിയാണ് 20ഓളം കേസുകളിൽ ജാമ്യമെടുത്തത്. ഈ പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കിയില്ല. മരിച്ചപ്പോ വന്നു, ഞങ്ങൾ പറഞ്ഞു ഈ പടി കയറരുത്. അന്ന് വന്ന് എന്തൊക്കെ ജാട കാണിച്ചു. ഞങ്ങൾ ആ പതാക പുതപ്പിക്കാൻ അനുവദിച്ചില്ല. അവസാനം ഇവർ ഫലമായി ആ പതാക പുതപ്പിച്ചപ്പോ അവിടെ നിന്ന് ഉടനെ തന്നെ ഗൾഫിൽ നിന്ന് വിവരമറിഞ്ഞെത്തിയ ജ്യേഷ്ഠൻ ആ പതാക അപ്പൊ തന്നെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഒരു രക്തസാക്ഷി ഒരു പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച ഒരാളാണെങ്കിൽ എന്താ പാർട്ടിയും ആ പാർട്ടിയോട് കുടുംബവും കാണിക്കുക? മുസ്ലിം ലീഗിന് വേണ്ടി രക്തസാക്ഷിത്വം വലിച്ച ഒരാളാണ് നമ്മുടെ മയ്യത്താണ് കിടത്തിയിട്ടുള്ളത് എങ്കിൽ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക അവിടെ പുതപ്പിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നമുണ്ടാക്കുക. ആ കുടുംബത്തിലെ എന്റെ ഒരു പതാക എന്റെ സഹോദരന്റെ മയ്യത്തിൽ പുതപ്പിക്കുന്നില്ല, എന്റെ മോന്റെ മയ്യത്തിൽ ഈ പതാക പുതപ്പിക്കാത്തത് എന്നാണ് ചോദിക്കുക. മറിച്ചോ അവിടെ
ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാർ പറഞ്ഞു, ഒരു കാരണവശാലും ഈ കൊടി പുതപ്പിക്കാൻ വിടില്ല, അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ പോവാതെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനുള്ള ശ്രമം നടത്തി. പക്ഷെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും അനുവദിക്കാതെ വന്നപ്പോ അവിടുന്ന് വന്ന ആളുകൾ പിന്നെ കൂട്ടമായി വന്ന് പുരക്കെത്തിയപ്പോൾ ഇതിന്റെ മുകളിൽ എന്തോ ഇങ്ങനെ ഇടുകയും അവസാനം ഞങ്ങളത് വലിച്ചു എറിയുകയും ചെയ്തു. അത്രമാത്രം ദ്രോഹം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സഹോദരനെ നഷ്ടപ്പെടുത്തിയത് ഈ കൂട്ടര. വളക്കോട്ടിലെ സൈനുദ്ദീൻ എന്ന് പറയുന്ന ആളിന്റെ പ്രദേശത്ത് പാറക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായി മുസ്ലിം ലീഗിൽ ഒരു ശാഖാ കമ്മിറ്റി തുടങ്ങി. ആദ്യമായി തുടങ്ങിയ CPM ബെൽറ്റാണ് അവിടെ ശാഖാ കമ്മിറ്റി തുടങ്ങിയ ആ പൊതുയോഗത്തിന് വിനീതനായ ഞാനും അതുപോലെ തന്നെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും പോയപ്പോ ഈ സൈനുദ്ദീന്റെ വാപ്പ വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോനെ, എന്റെ മകനെ കൊല്ലിച്ചവരോടും അതുപോലെ തന്നെ കൊന്നവരോടും ഒരുപോലെ പ്രതികാരമുണ്ട്. ഈ രണ്ടു കൂട്ടരെയും അലക്കിയെടുക്കുന്ന ഒരു പ്രസംഗമായിരിക്കണം ഇവിടെ നടത്തുന്നത്. ബാപ്പ പറയുക, സൈനുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാക്കയങ്ങാടിലെ കോഴിപ്പീടികയിൽ വെച്ച് CPM പ്രവർത്തകന്മാരുടെ കടാരമലക്ക് മുന്നിൽ പടഞ്ഞു മരിച്ചുപോയ സൈനുദ്ദീൻ എന്ന് പറയുന്ന തില്ലങ്കരിക്കടുത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ കല്യാണം കഴിച്ചു മാസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു പുതിയ പഴയായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ ബാപ്പ പറയുന്നു, മോനെ, ഇവിടെ കൊല്ലിച്ചവരോടും കൊന്നവരോടും കൊലക്ക് കൊടുത്തവരോടും എനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും അങ്ങേയറ്റം നിങ്ങൾക്ക് പറയാവുന്നത് വിമർശിക്കണം മോനെ എന്ന് പറഞ്ഞ് വസിയത്ത് പോലെ പറയുക. പിന്നെയാണ് ആദ്യത്തെ രക്തസാക്ഷിയായ മുഹമ്മദ് ക. ആ രക്തസാക്ഷിയായ മുഹമ്മദ് കയുടെ കുടുംബത്തിൽ ഇവരൊരു പുതിയാപ്പിളയെ കൊണ്ടുപോയി. പുതിയാപ്പിളയെ കൊണ്ടുപോയപ്പോ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയാപ്പിളയെ ഞങ്ങൾക്ക് വേണ്ട. പിന്നീട് പുതിയാപ്പിളയെ അവർ അന്വേഷിച്ച് നമ്മുടെ ഇരിക്കൂറിൽ ഒരു പുതിയാപ്പിളയെ കണ്ടെത്തുകയും ഒരു മുജാഹിദ് പ്രവർത്തകനെ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഏകദേശം ഉറക്കുകയും നിശ്ചയിക്കുകയും ചെയ്തപ്പോ ഈ കൂട്ടർ പോയിട്ട് പറഞ്ഞു, എന്ത് സഹായവും ചെയ്തു തരാം. അവർ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് നിങ്ങൾ സഹായവുമായിട്ട് ഇങ്ങി വരരുത്, ഞാനിത് ഇരുട്ടിയിൽ വെച്ച് പറഞ്ഞു എന്നുള്ളത് ഒരു വലിയ പാതകമായി ഇവർ ചൂണ്ടിക്കാണിച്ചത്. ഒരു രക്തസാക്ഷി കുടുംബവും ഇന്ന് ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നില്ല. കല്യാണത്തിന് പെൺകുട്ടികൾക്ക് കല്യാണത്തിന് ആളുകളെ വരന്മാരെ അന്വേഷിക്കുമ്പോ എന്താ ഏൽപ്പിക്കുന്നത്? ഞങ്ങളൊക്കെ പല ഭാഗത്തു പോകുന്നവരും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ആളുകളായതുകൊണ്ട് പലപ്പോഴും ഒരു മകളുണ്ട്, ഒരു കലിപ്പ് ചെറുക്കനെ കണ്ടെങ്കിൽ പറയണേ എന്ന് പറയുമ്പോൾ പറയും, രണ്ട് കാര്യം ശ്രദ്ധിക്കണം, ഒന്ന് മദ്യപിക്കരുത്, മറ്റൊന്ന് NDF ആവരുത്. അതാ പറയുന്നത്. ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ NDF, മദ്യപിക്കരുത് ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ NDF ആവരുത്. ഇത് രണ്ടുമല്ലാത്തൊരു പുതിയാപ്പിളയെ എവിടെന്നെങ്കിലും ഒന്ന് കണ്ടെത്തി തരണേ എന്നാ പറയുന്നത്. കണ്ട പുതിയാപ്പിളയെ കുറിച്ച് അന്വേഷണം വരുമ്പോ എന്താ ചോദിക്കുന്നത്? അന്വേഷണം വരുമ്പോൾ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമല്ല ചോദിക്കുന്നത്, തറവാടിത്തത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്, കുലീനതയെ കുറിച്ചല്ല ചോദിക്കുന്നത്, ജോലിയെ കുറിച്ചല്ല ചോദിക്കുന്നത്. രണ്ട് കാര്യമാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ചോദിക്കുന്ന കാര്യം ഒന്ന് മദ്യപാനിയാണോ, മറ്റൊന്ന് NDF ആണോ എന്നതാണ് ഇത്രേ ചോദിക്കുന്ന ചോദ്യം. ഇതിനപ്പുറത്ത് വേറെ ഒരു അന്വേഷണവും ഇന്ന് പുതിയാപ്പിളമാരെ കുറിച്ചില്ല. അപ്പൊ ചെറുപ്പക്കാർക്കറിയാം, ഇങ്ങനെ അന്വേഷണമെങ്കിൽ ഒരു പെണ്ണിന് പുതിയപ്പൻ തന്നെ പെണ്ണിന് ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടാത്തൊരു കാലമാണ്. ആ കാലത്ത് ഇങ്ങനെ NDF ആണെങ്കിൽ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഈ NDF-കാരുടെ അവസ്ഥ ഒരു അവതാളത്തിലേക്കാവാൻ പോകുന്നു എന്നുള്ളതൊരു പരമദയനീയമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച സമാധാനത്തിന്റെ ശാന്തിയുടെ മാർഗം, ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിൽ മുസ്ലിം ലീഗ് പോയതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പിൻബലമുള്ള ഒരു യുവജന പ്രസ്ഥാനമായി, ഒരു ബഹുജന പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് മാറിയത്. നമ്മളെ പോലെ യുവാക്കളെ അണിനിരത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചു തരട്ടെ. നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ കണ്ണൂരിലെ കിരാതമായ മർദ്ദനങ്ങളെ ഒരുപാട് അതിജീവിച്ച്, ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ച് ഇവരുടെ കടാരമുനക്ക് മുന്നിലും ഇവരുടെ പീരങ്കിക്കും തോക്കിനും മുന്നിലോ അവിടുന്ന് തോറ്റുകൊടുക്കാതെ മുന്നോട്ട് പോവുകയും അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക ചവിട്ടിമതിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത് ദീർഘമായ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം